MCC രണ്ടാം ഘട്ട MBBS BDS BSc നഴ്സിംഗ് കൗൺസിലിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എസ്പെഷ്യലി ഒരു ഡീംഡ് കോളേജിൽ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, കാരണം നിങ്ങൾ അടയ്ക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജാണ്. 2 ലക്ഷം രൂപയും 5000 രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്താൽ നിങ്ങളത് പോയിട്ടില്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക നിങ്ങളെ നഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പല സമയത്ത് ഈ പറഞ്ഞ സ്റ്റേറ്റുകളുടെ ഒക്കെ ഇതേപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് ജോയിൻ ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ തരില്ല എന്നുള്ളതാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലഭ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫീ പാക്കേജിൽ കിട്ടാനുള്ള അവസരവും നിങ്ങൾ കളയാൻ പാടില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ കിട്ടാനായിട്ടുള്ള ഗൈഡൻസ് കോളേജിൽ നൽകുന്നുണ്ട്. ഇനി ലഭിച്ച റാങ്കിനും മാർക്കിന് അടിസ്ഥാനപ്പെടുത്തി ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെപ്പറ്റിയൊക്കെ ഇത് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു പാക്കേജിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വളരെ സമാധാനത്തോടു കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാനുള്ള എല്ലാ ഗൈഡൻസും കോളേജിൽ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ റൗണ്ടുകളുടെ റൂളുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് മുമ്പോട്ട് പോകുന്നത് തന്നെ നിങ്ങൾ കൃത്യമായിട്ടായിരിക്കും പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. ഇനി ഓൾ ഇന്ത്യ കോട്ട നോക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ടെൻഷൻ വേണ്ട. കാരണം അവർ അടയ്ക്കുന്ന 5000-ഓ 10,000-ഓ കുറഞ്ഞൊരു തുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ടെൻഷനില്ല. അതൊക്കെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു എടുക്കാവുന്ന റിസ്ക് ആയതുകൊണ്ട് തന്നെ വലിയ ഇംപ്ലിക്കേഷൻസ് ഇല്ല. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഈ റൂളുകളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ബാൻ വരുന്ന രീതിയിലുള്ള ഒരു ഇംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അത്തരം ടെൻഷൻ വേണ്ട. പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് റിസ്ക് ഉള്ളതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ബെസ്റ്റ് വിഷസ്.